ഇത് ഞാൻ വീട്ടിൽ പോയതിൻ്റെ വ്ളോഗാണേ. അപ്പോൾ കുറേ നാളിന് ശേഷം ആപ്പൻ്റെ മോനിതാ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിലാണെന്നുള്ളത്. ഗെയിമോക്കും ധ്രുവിക്കും നല്ല ഹാപ്പിയാണ്. ഓൻ വന്നാൽ പിന്നെ അവരെ ഗുസ്തിയും അവരെ അഭ്യാസങ്ങളെല്ലാം പിന്നെ ഓൻ്റെ പുറത്തേരിക്കും. അതിനനുസരിച്ച് ഓൻ നിൽക്കുന്നതുകൊണ്ട് അവർക്കും വളരെ സന്തോഷമാണ്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അമ്മയും എല്ലാവരും ഉണ്ട്. പിന്നെ നന്ദുവും പോയിനില്ല. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടുള്ളത്. കുറേ ആയി കേട്ടോ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരിക്കൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒരാളുണ്ടാവില്ല, അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു പോകണം എന്നുള്ള ആലോചിച്ചിട്ട് അതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് സത്യത്തിൽ നമ്മളുള്ളത്. വരാൻ വലിയ മടിയാണെങ്കിലും വന്നാൽ തിരിച്ചു പോകാൻ അതിലും വലിയ മടിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇത് അവരെ ഗുസ്തിയാണെന്നില്ലേ, ഇങ്ങനെ ഓൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും എല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കലായിരിക്കും അവരെ സ്ഥിരം പരിപാടി. ഒരാൾ കഴിയുമ്പോൾ ഒരാൾ അവൻ്റെ നടുവും പുറവും പോക്കാന്ന് അപ്പോൾ ഉണ്ടാവൽ. അതിനിടയിൽ എൻ്റെ മോൻ അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൻ എന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാന്തലും പറിക്കലും പിന്നെ ഇതും വെച്ചിട്ട് എന്തെല്ലോ കളിക്കുന്നുണ്ട്. ഞാനൊന്ന് കളിക്കാമെന്നെല്ലാം വിചാരിച്ച്, പിന്നെ മതി അവരവരത് ഇതിൽ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് അതിനിടയ്ക്ക് കോലുമുട്ടായി കിട്ടിയപ്പോൾ അതും ഒന്ന് അകത്താക്കി. പിന്നെ എന്താ പറയുക, അവരിതാ കുറച്ച് സമയം ടി വി കാണാം, എന്തോ സിനിമ കാണാം. ഫുള്ള് കാണാനൊന്നും വിടൂല ഓനെയൊന്നും, ഇവരൊന്നും കാണാനൊന്നും വിടുകയൊന്നുമില്ല. അതിനിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് വിളിക്കും. അതിനിടയിൽ ഗ്യാൻമോൻ നല്ല ഉറക്കമായി. പിന്നെ ഗെയിമൊക്കെ ഡാൻസ് ഉള്ളത് കൊണ്ട് വേഗം ഒന്ന് പോകുകയും വേണം കേട്ടോ. ഇത് ശ്രീകുട്ടനാണേ. എൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പിൽ ഗ്യാൻമോനെ പോലെ ചെറുതായിട്ട് എൻ്റെ കൂടെ തന്നെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുള്ള ആളാണ്. ഇപ്പം വളർന്ന് എൻ്റെ അത്ര തന്നെ ആയി. അപ്പോൾ ഇതെല്ലാവരും ഉച്ചക്കത്തെ ഫുഡ് അടിയിലാണെന്നുള്ളത്. ചോറും കുയ്യാപ്പിള തേങ്ങ അരച്ചതും കുയ്യാപ്പിള തന്നെ തലമുളകിട്ടതും ചീരാറും ചിക്കൻ കറി എല്ലാം കൂടി ഉണ്ടായിട്ട് അടിപൊളി ഒരു ഫുഡ് കഴിച്ചു. അപ്പോഴത്തേനും നമുക്ക് പോകാനുള്ള സമയമായി കേട്ടോ. പിന്നെ ഒരു ഉരുസൽ തന്നെയായിരുന്നു. ഗെയിമുകൾ കുളിക്കുന്നു, ഞാൻ കുളിക്കുന്നു, അങ്ങനെ മോനെ കുളിപ്പിച്ചു. പിന്നെ എല്ലാം ചടപടേന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ പോകാൻ കഴിഞ്ഞാൽ ധ്രുവിക്കൊരു അനക്കും ഒന്ന് റൈഡിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഓന ധ്രുവീനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഗ്യാനും ആകെ ഒരു ഹാപ്പി ആയിട്ടാണുള്ളത്. ആരെയാണ് നോക്കണ്ടേ എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഞാൻ ബാഗെല്ലാം എടുത്ത് പോയി. സത്യം പറഞ്ഞാൽ മോനെ കൂട്ടേണ്ട കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ അമ്മ എടുത്തിട്ട് വേഗം തന്നെ വന്ന്. എന്നിട്ട് എൻ്റെ കൂടെ വരേണ്ട ആ ഒരു ഇതൊന്നുമില്ല കേട്ടോ. ഓൻ അവിടെ തന്നെ നിൽക്കുന്ന ആ ഒരു ഇതിലേനും ഉണ്ടായിനി, വരണമെന്നൊന്നുമില്ല. പിന്നെ അധികം ലേറ്റ് ആക്കിയാൽ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ നമ്മൾ വിട്ടു. അധിക സമയം അവിടെ നിന്നാൽ പിന്നെ എൻ്റെ മൂഡും പോവും, ഗെയിമുകളും ആകെ മൂഡ് ഓഫ് ആയിട്ടാണെന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞ് വേഗം തന്നെ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.